സ്പോർട്സ് അനലിസ്റ്റ് സനിൽ പി തോമസ് ഉണ്ട്. സനിൽ സാർ, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഈ ലോകകപ്പിൻ്റെ ആവേശത്തെക്കുറിച്ചൊക്കെ തന്നെ വലിയ രീതിയിൽ സംസാരിച്ചതാണ്. അപ്പോൾ അതിനിടെ ഞാൻ സൂചിപ്പിച്ചിരുന്നു ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു സർപ്രൈസ് സാധനം വരാനിരിക്കുന്നുണ്ടെന്ന്. അതാണ് ഈ സർപ്രൈസ് സാധനം. ഇത്തവണ സനിൽ സാർ അടക്കമുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇടപെടാൻ പറ്റിയ ഒരു ഇത് കൂടിയാണ്. നമ്മൾ എപ്പോഴും സഹായം അഭ്യർത്ഥിക്കുന്ന ഒരാളുകളിലാണ്. പ്രാർത്ഥന ഉണ്ടാവണം, അനുഗ്രഹം ഉണ്ടാവണം. തീർച്ചയായിട്ടും. അതായത് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന മാതൃഭൂമി സ്പോർട്സ് മാഫിയ ഫണ്ട് തുടങ്ങിയത് ഒരു വേൾഡ് കപ്പിന്റെ സമയത്താണ്. അപ്പൊ ഇത് ഏറ്റവും നല്ല സമയമാണ് വേൾഡ് കപ്പ്. കാരണം ഒളിമ്പിക്സും ഏഷ്യൻ ഗെയിംസും ഒക്കെ ഉണ്ടെന്ന് പറയാനും കേരളത്തിലെ ആളുകള് പൊതുവെ സാധാരണ എല്ലാ ജനങ്ങളും ഏറ്റവും ആവേശത്തോടുകൂടി കാണുന്ന ഒരു ഇതാണല്ലോ ഫുട്ബോൾ, ലോകകപ്പ് ഫുട്ബോൾ. ആ സമയത്ത് തന്നെ തുടങ്ങിയതിൽ വളരെ വളരെ സന്തോഷം. മാത്രമല്ല, കേരളത്തിലെ സ്പോർട്സ് ചാനൽ, ഒരു യൂട്യൂബ് ചാനൽ അത്യാവശ്യമാണ്. നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ചാനൽ വളരെ അത്യാവശ്യമാണ്. കാരണം IPL-ഉം ISL-ഉം എല്ലാം ഭയങ്കരമായിട്ട് കവർ ചെയ്യപ്പെടുമ്പം കേരളത്തിലെ സ്പോർട്സ് വളരെ പുറകോട്ട് പോകുന്നുണ്ട്, കേരളത്തിലെ സ്പോർട്സിന്റെ കവറേജ്. അപ്പൊ അതിനും മറ്റ് സ്പോർട്സ് ഡിസിപ്ലിനുകളും പലപ്പോഴും പുറകോട്ട് പോകുന്നുണ്ട് നമ്മുടെ പ്രിന്റ് മീഡിയയില്. അപ്പൊ അതിനൊരു കോമ്പൻസേഷൻ കൂടി ആകും ഇതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉറപ്പായും സാർ, നമ്മൾ ഏതെങ്കിലും തരത്തിൽ വേൾഡ് കപ്പിന് എന്തെങ്കിലും ചെയ്യണമെന്ന് തട്ടിക്കൂട്ടി ചെയ്യുന്ന സാധനമല്ല. ഇത് മാസങ്ങളുടെ ആലോചനയാണ്, മാസങ്ങളുടെ അധ്വാനമാണ്, ഒരു ടീമിന്റെ അധ്വാനം. ഇപ്പോൾ തന്നെ യൂട്യൂബ് വരുന്നുണ്ട്. അത് കയറി നോക്കിയാൽ തന്നെ ഒരു അധ്വാനത്തിന്റെ ഒരു എഫക്ട് നമുക്കറിയാൻ കഴിയും. അപ്പോൾ അത് ദീർഘനാളായ ഗവേഷണങ്ങളുടെയും ഒരു ടീമിന്റെയും ഒക്കെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് ഈ ദിവസം അത് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് സാർ. അതെ, തുടർന്ന് ഇപ്പൊ അടുത്ത ദിവസം 2020 വനിതാ ക്രിക്കറ്റ് തുടങ്ങുന്നുണ്ട്, വേൾഡ് കപ്പ് തുടങ്ങുന്നുണ്ട്. അതിന് തുടർച്ചയായിട്ട് ഇപ്പം കോമൺവെൽത്ത് ഗെയിംസ് വരുന്നുണ്ട്, ഏഷ്യൻ ഗെയിംസ് വരുന്നുണ്ട്. ഈ വർഷം സ്പോർട്സിന്റെ ഒരു പ്രളയം തന്നെയാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് വരാൻ പോകുന്നത്. അതിനൊപ്പം തന്നെ എന്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞ ഇതാണ്, കേരളത്തിലെ സ്പോർട്സിനും പ്രാദേശിക സ്പോർട്സിനും കൂടെ ഇപ്പൊ നമ്മുടെ പ്രിന്റ് മീഡിയയിൽ പൂർണ്ണമായും തന്നെ അവഗണിക്കപ്പെട്ടു വരുന്നതാണ്. പണ്ട് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ അതിനും കൂടെ നിങ്ങളൊരു കുറച്ച് ഫോക്കസ് കൊടുക്കണം എന്നൊരു അഭ്യർത്ഥന എനിക്കുണ്ട്. ഉറപ്പായും വിലപ്പെട്ട ഒരു നിർദ്ദേശമാണ്. അത് നമ്മൾ ഉറപ്പായും മുഖവിലേക്ക് എടുക്കും. ആ വഴിക്ക് നമ്മൾ ആലോചിച്ചായിരുന്നു. തീർച്ചയായും നമ്മൾ ആലോചിച്ചിരുന്നു. പ്രത്യേകിച്ച് സമീപകാലത്ത് നമ്മൾ പലപ്പോഴും ഈ കേരള അത്ലറ്റിക്സിന്റെ ഒക്കെ തന്നെ ഇല്ലെങ്കിൽ അവരുടെ പല പ്രശ്നങ്ങളും ഒക്കെ തന്നെ പലരും അഡ്രസ്സ് ചെയ്യാതെ പോയി എന്നുള്ളൊരു സങ്കടം പല ഇതുമായി ബന്ധപ്പെട്ട കായിക അധ്യാപകരൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിലൊക്കെ തന്നെ നമ്മുടെ മെയിൻ ചാനലിലൊക്കെ തന്നെ പരമാവധി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്വന്തമായ ഒരു സാധനം കിട്ടിയ സ്വന്തം നിലയിൽ താങ്ക് യു സാർ, താങ്ക്സ് ലോട്ട്. അപ്പോൾ അതാണ്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഒരിക്കൽ കൂടി പറയുന്നത് കേവലം തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ സംവിധാനമല്ല, അത് കയറി നോക്കിയാൽ മനസ്സിലാവും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.